നോക്കുണ്ടി നീ ഇങ്ങനെ കൈ വീശിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നാലേ എങ്ങനെ ശരിയാവുക? നിന്റെ സ്വർണ്ണങ്ങളൊക്കെ അവിടെ നിന്റെ കഴുത്തിലും കാതിലും ഒന്നും കാണാനും ഇല്ലല്ലോ. നീ ആദ്യം പോട്ടെ അതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വാ നിന്റെ പണ്ടങ്ങളൊക്കെ. എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഇനി അങ്ങോട്ട് പോണോ പോണ്ടേ എന്നൊക്കെ. സ്വർണം അതെടുക്കാൻ പോവാനേ അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ദാ എന്റെ കയ്യിലുള്ള ഈ ഒരു കൈച്ചേനും ഈ ഒരു മോതിരം അതന്നെ ഉള്ളൂ എനിക്കിനി സ്വർണം എന്ന് പറയാനായിട്ട്. എന്ത് 50 പവനും 5 ലക്ഷം ഉറുപ്പിക തന്നിട്ട് ഇപ്പൊ നിന്റെ ഈ കൈച്ചേനും മോതിരം മാത്രമേ ഉള്ളൂന്നോ? നോക്കുണ്ണി നീ തമാശ പറയണ്ടാട്ടാ. നീ പോയിട്ട് നിന്റെ സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ നോക്ക്. നിങ്ങളുടെ അടുത്തല്ലേ ഉമ്മ ഞാൻ പറഞ്ഞത് സ്വർണ്ണങ്ങളൊന്നും ഇല്ലാന്ന്. അതൊക്കെ അയാൾ കൊണ്ട് വിറ്റ് തുലച്ചു. അതുകൊണ്ട് ഓരോ ബിസിനസിന്റെ ആവശ്യങ്ങൾക്കാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ താലിമാല അടക്കം അയാൾ ഊരിക്കൊണ്ടായി. കുറെയൊക്കെ നശിച്ച തള്ള എന്റെ എടുത്തു. എന്റെ അതും ഇതൊക്കെ പറഞ്ഞിട്ട് എന്റെ സ്വർണ്ണങ്ങളൊക്കെ കുറെ തള്ള കൈക്കലാക്കി വെച്ചു. ഇപ്പൊ സ്വർണ്ണം മുതലൊക്കെ കഴിഞ്ഞപ്പോ എന്നെ ആർക്കും വേണ്ട. ഇപ്പൊ തള്ള മകനിക്ക് വേറെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇനി ഞാനില്ല അങ്ങോട്ട്. നിങ്ങൾ പോട്ടെ എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് മനുഷ്യനിക്ക് വിശന്നിട്ട് വയ്യ. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഒന്ന് പോ മനുഷ്യനിക്ക് വിശന്നിട്ടാ പറയണതേ.